ട്രംപ് അധികാരമേറ്റ ശേഷം നാട് കടത്തിയവരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റ ശേഷം നാട് കടത്തിയവരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞെന്നും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ. ന്യൂയോർക്ക് പോസ്റ്റ് ഉദ്ധരിക്കുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി കണക്കുകൾ അനുസരിച്ച് ICE ജനുവരി 20-ന് ശേഷം 1,13,000 പേരെ അറസ്റ്റ് ചെയ്തു. 1 ലക്ഷം പേരെങ്കിലും നാട് കടത്തി. അതിൽ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ടെന്ന് വ്യക്തമല്ല. അവർക്കെതിരായ കേസുകൾ, സ്ഥിതിയോ അവർ ഏത് രാജ്യക്കാരാണെന്നോ എന്ന കാര്യമോ അറിയില്ല. ഭൂരിപക്ഷം ആളുകളെയും മെക്സിക്കോയിലേക്കാണ് കൊണ്ടുപോയതെന്നാണ് നിഗമനം. മാർച്ചിൽ കഷ്ടിച്ച് 7,000 പേരാണ് US മെക്സിക്കോ അതിർത്തിയിൽ എത്തിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ അത് 1,37,000 ആയിരുന്നു. അതായത് കുറവ് വന്നത് 94%. ഫെബ്രുവരിയിൽ അനധികൃതർ 8,300 മാത്രം. 25 വർഷത്തിനിടയിൽ ഏറ്റവും കുറവ് അനധികൃത കുടിയേറ്റം ട്രംപിന്റെ പ്രചാരണത്തിൽ മുഖ്യ വിഷയങ്ങളിൽ ഒന്നായിരുന്നു. അധികാരമേറ്റ അന്നു തന്നെ അദ്ദേഹം അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചു. രാജ്യമൊട്ടാകെ അനധികൃതരെ തിരയാൻ തുടങ്ങി. അനധികൃത കുടിയേറ്റക്കാരുടെ വരവ് ഗണ്യമായി കുറഞ്ഞു. Today's headlines brought to you by Malabar Gold and Diamond.